ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴവും അതേപോലെ തന്നെ ചൗവരിയൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി തയ്യാറാക്കാം. 4 മണിക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാനും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും ഒക്കെ വളരെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഇവിടെ ഒരു 2 പഴുത്ത നേന്ത്രപ്പഴമാണ്. തൊലിയൊക്കെ കറുത്ത നേന്ത്രപ്പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് ഇതേപോലെ ഒന്ന് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഞാനൊരു 1/2 കപ്പോളം ഉള്ള ചൗവരി ഇതേപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്ത് കുക്കറിലിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ച് എടുത്തു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നല്ല രീതിയിൽ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി അരിപ്പയിലാക്കി വെച്ചിരുന്നാൽ മതിയേ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാൻ വെച്ചു. അതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം ഉള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഇതിലൊന്ന് ഉരുക്കി അരിച്ചെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചു. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉള്ള നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉള്ള ഉണക്കമുന്തിരിയാണ് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി ഇതേപോലെ ആവുമ്പോൾ നമുക്ക് ഈ ഒരു നെയ്യിൽ നിന്ന് ഇത് കോരി മാറ്റി വെക്കാം. അതിനുശേഷം ഇതേ നെയ്യിലേക്ക് തന്നെ ഞാൻ ആ ഒരു ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ച ആ ഒരു നേന്ത്രപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി ഇത് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിലൊന്ന് വഴറ്റി ആ നേന്ത്രപ്പഴത്തിൻ്റെ കളറൊക്കെ മാറി നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഈ ടൈമിൽ ഞാനിതിലേക്ക് നല്ല രീതിയിൽ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു ചൗവരിയില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിരുന്ന ആ ഒരു ശർക്കരപ്പാനിയില്ലേ അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ജോയിൻ്റായി ആ ചൗവരിയിലേക്കും നേന്ത്രപ്പഴത്തിലേക്കും ഒക്കെ ആ ഒരു ശർക്കരപ്പാനി പിടിക്കുന്നിടം വരെ നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി കണ്ടോ, ഇതേപോലെ നല്ല രീതിയിലെല്ലാം ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂണോളം ഉള്ള ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിലൊന്ന് തിക്കും ആയിട്ടുണ്ട്, നല്ല രീതിയിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആദ്യമേ തന്നെ വറുത്ത് വെച്ചിരുന്ന ആ ഒരു മുന്തിരിയില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ നല്ലൊരു തിക്കായിട്ടിരിക്കണം, ഒരുപാട് ലൂസായി പോകരുത്. ഇത് മതി, ഇത് കറക്റ്റ് പരുവാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നേന്ത്രപ്പഴവും നമ്മുടെ ചൗവരിയൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊന്ന് പായസമൊക്കെ വേണമെന്ന് പറയുമ്പോഴും വേണമെങ്കിൽ ഇതേപോലെ നേന്ത്രപ്പഴമൊക്കെ അല്ലേ നല്ല ഹെൽത്തി ആയിട്ട് ഉള്ളതാണ്, ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.